അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാനിൻ്റെ 1/3 നമ്മിൽ നിന്നും കൊഴിഞ്ഞു പോയി കഴിഞ്ഞു. ഇനി 2/3 മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിൻ്റെ 1/3 കഴിയുമ്പോൾ കഴിഞ്ഞ ദിനരാത്രങ്ങളെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തി അതിലെ പോരായ്മകൾ നികത്തി കൂടുതൽ ഊർജ്ജസ്വലമായി വരും ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താനായിരിക്കണം ഈ സന്ദർഭത്തിൽ പരിശ്രമിക്കേണ്ടത്. ഹാസിബു ഖബല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ് സ്വയം വിചാരണ ചെയ്യണം എന്ന് പറയപ്പെട്ടതുപോലെ നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ ഈ റമദാനെ ഒന്ന് വിലയിരുത്തേണ്ട സമയമാണത്. പരിശുദ്ധമായ റമദാൻ മാസം കൊണ്ട് നേടിയെടുക്കാൻ അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരാത്മവിചിന്തനം നടത്താൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസം ഖുർആൻ ഇറക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഈ മാസത്തിലാണ് അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിനെയും നോമ്പിനെയും കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അസ്സിയാമു വൽ ഖുർആനു യശ്ഫആനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. വിശുദ്ധ ഖുർആനും നോമ്പും അടിമക്ക് പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ ചെയ്യുന്ന 2 കാര്യങ്ങളാണ് എന്ന് നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പും ഈ റമദാൻ മാസത്തിൽ ഇറക്കപ്പെട്ട ഖുർആനും നമ്മൾക്ക് വേണ്ടി അള്ളാഹുവോട് ശുപാർശ ചെയ്യുമെന്നാണ്. എന്താണ് അവരുടെ ശുപാർശ? യഖൂലു സിയാം, നോമ്പ് പറയുമത്രേ, ഐ റബ്ബ് മനഅതുഹു അത്ത്വആമ വശഹവാത് ബിന്നഹാർ ഫശഫ്ഇനി ഫീഹി. അള്ളാഹുവേ, ഞാൻ ഇവനെ പകൽ സമയത്ത് ഇവൻ്റെ ഇച്ഛകളെയും ഭക്ഷണത്തെയും ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെക്കൊണ്ട് നീ ഇവന് ശുപാർശ നൽകണേ എന്ന് നോമ്പ് പറയുമെന്നാണ്. സഹോദരന്മാരെ, നമ്മുടെ ഭക്ഷണത്തെ തടഞ്ഞു വെക്കാൻ റമദാൻ മാസത്തിൻ്റെ പകലുകൾ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അപൂർവം ചില ആളുകളെങ്കിലും നോമ്പ് കള്ളന്മാർ എന്ന ട്രെൻഡിന് പിറകെ പോയി റമദാൻ്റെ പകൽ പോലും ഭക്ഷണം കഴിച്ച് അള്ളാഹുവോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളുകൾ ഈ സമൂഹ മാധ്യമത്തിൻ്റെ ട്രെൻഡിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നത് ഖേദകരമായ വസ്തുതയാണ്. എന്നാൽ നമ്മൾ ഭക്ഷണം തടഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ശഹ്വാത്തുകളെ, ഇച്ഛകളെ തടഞ്ഞു വെക്കുവാൻ നമ്മൾക്ക് സാധ്യമായിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി വലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ആരുടെയെങ്കിലും അനാവശ്യമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നില്ല എങ്കിൽ അവൻ ഭക്ഷണം ഒഴിവാക്കുന്നത് കൊണ്ട്, അവൻ പാനീയം ഒഴിവാക്കുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊരു ആവശ്യവുമില്ല എന്ന്. കഴിഞ്ഞ റമദാനിൻ്റെ 10 ദിവസങ്ങളിൽ നമ്മൾ റമദാനിൻ്റെ പകലുകളിൽ തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അനാവശ്യമായ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ നാവുകൊണ്ടോ കരങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഒരാത്മപരിശോധന നടത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൽ പോരായ്മകളുണ്ടെങ്കിൽ റബ്ബിനോട് പൊറുക്കലിനെ തേടി, പാപമോചനം തേടി, തൗബ ചെയ്ത് മടങ്ങി വരും ദിവസങ്ങൾ നന്നാക്കുവാൻ കഴിയേണ്ടതുണ്ട്. അല്ല എങ്കിൽ നോമ്പ് നമ്മൾക്ക് വേണ്ടി അനുകൂലമായ രൂപത്തിൽ ശുപാർശ ചെയ്യുകയില്ല. രണ്ടാമതായി വിശുദ്ധ ഖുർആനെക്കുറിച്ച് പ്രവാചകന് പറഞ്ഞു, വയഖൂലുൽ ഖുർആൻ മനഅതുഹു നൗമ ബില്ലൈലി ഫശഫ്ഇനി ഫീഹി. അല്ലാഹുവേ, ഞാൻ ഇവൻ്റെ രാവുകളെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, ഇവൻ ഉറക്കമൊഴിച്ച് എന്നെ ഖുർആൻ ഓതിയിട്ടുണ്ട്, അതുകൊണ്ട് എന്നെക്കൊണ്ട് നീ ഇവന് ശുപാർശ നൽകണമെന്ന് ഖുർആൻ നമ്മോട് പറയുമെന്നാണ്. സഹോദരന്മാരെ, ഖുർആൻ ഇറക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത ഈ മാസത്തിൽ നമ്മുടെ ഖുർആൻ പാരായണം എവിടെ എത്തിയിട്ടുണ്ട്? 1 വട്ടമല്ല 2 വട്ടമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഓതി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു ദിവസത്തിന് ഒരു ജുസ് കണക്കാക്കിക്കൊണ്ട് നമ്മുടെ പാരായണം കൃത്യമായ രൂപത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയേണ്ടതുണ്ട്. റമദാൻ കഴിയുമ്പോഴേക്ക് 1-2 തവണയെങ്കിലും മിനിമം ഖുർആൻ ഓതി തീർക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരായിത്തീരും. നമ്മൾക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ശുപാർശ ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഖുർആനും ഈ റമദാനിലെ നോമ്പും നമ്മൾക്ക് അനുകൂലമായി റബ്ബിൻ്റെ അടുക്കൽ സാക്ഷ്യം വഹിക്കുമോ, അതല്ല പ്രതികൂലമായി നമ്മൾക്കെതിരെ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷമായി തീരുമോ എന്ന് ഒരാത്മവിചാരണ നടത്തി കഴിഞ്ഞ ദിവസങ്ങളിലെ പോരായ്മകൾ നികത്തി ഇനി വരും ദിവസത്തിൽ നന്നായി നോമ്പെടുക്കാൻ, പകലുകളെ കൃത്യമാക്കുവാൻ, നന്നായി ഖുർആൻ പാരായണം
പാരായണം ചെയ്യുവാൻ, ധാരാളം ഓരി തീർക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.